ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തു. കായിക മന്ത്രാലയമാണ് സമിതിയെ സസ്പെൻഡ് ചെയ്തത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും നിർദ്ദേശം. ജിഷ്ണു കൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും. അതിന് പിന്നാലെയാണോ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്? കുറച്ചു കാലങ്ങളായി ഫെഡറേഷനെതിരെയുള്ള ആരോപണങ്ങളും ഒപ്പം ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ഫെഡറേഷൻ അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുള്ള മറുപടിയുമെല്ലാം തന്നെ വലിയ തരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതിന് പിറകെയാണ് ബ്രിജ്ഭൂഷൺ സിംഗിന് പകരം കഴിഞ്ഞ ദിവസം ഡിസംബർ 21 ദേശീയ ഗുസ്തി ഫെഡറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിലും ബ്രിജ്ഭൂഷൺ സിംഗിനെ അനുകൂലിക്കുന്ന പാനല് മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. സഞ്ജയ് സിംഗ് ആണ് നിലവിൽ ഫെഡറേഷൻ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരുന്നത്. അദ്ദേഹം UP ഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ആ പാനലിൽ മത്സരിച്ച ഒരാൾ ഒഴികെയും മറ്റെല്ലാവരും ബ്രിജ്ഭൂഷൺ സിംഗിനെ അനുകൂലിക്കുന്ന അവരാണ് വിജയിച്ചു കയറിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സാക്ഷി മാലിക് മാധ്യമങ്ങൾക്ക് മുൻപിലും ഒപ്പം ദേശീയ കായിക മന്ത്രാലയത്തിന് മുൻപിലും പരാതിയായി ഉന്നയിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ദേശീയ ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദേശീയ കായിക മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുള്ളത്. ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ, കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് അടുത്ത തീരുമാനം ഉണ്ടാകുന്നതുവരെ ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് കായിക മന്ത്രാലയത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഈ ഫെഡറേഷനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും ഈ ബ്രിജ്ഭൂഷൺ സിംഗ് അനുകൂലികൾ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങൾ ഉയർത്തിയിട്ടുള്ള പരാതിയിന്മേലുമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടാകും. വിഷ്ണു. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് ഉത്തരവ്. കായിക മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത്.